ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 81. എന്നെ ഭാര്യയായിട്ട് കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ ഗൗരി അത്രയൊക്കെ കുത്തി പറഞ്ഞിട്ടും സാറൊന്നും മിണ്ടാതിരുന്നത്. അല്ലെങ്കിലും സാറിന് എന്നെ അങ്ങനൊന്നും സ്നേഹിക്കാൻ പറ്റത്തില്ല. ഈ ജന്മത്തൊരു കല്യാണം കഴിക്കത്തില്ലെന്ന് സാറ് തന്നെ എത്ര പ്രാവശ്യം ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നു. വെറുതെ ഓരോന്നൊക്കെ ആവശ്യമില്ലാത്ത ആഗ്രഹിച്ചത് ഈ ഞാൻ തന്നെയാണ്. ഒരു താലി കഴുത്തി കയറിയപ്പോഴേക്കും മനസ്സ് കൈവിട്ടുപോയി. ഈ വീട്ടിൽ മനസമാധാനത്തോടെ ജീവിതകാലം മുഴുവൻ താമസിക്കാനുള്ള അവകാശം തന്നെ സാറിൻ്റെ ഭിക്ഷയാണ്. ഈ വീട്ടുകാരുടെ സ്നേഹം മരിക്കുന്നിടം വരെ അനുഭവിക്കാനുള്ള ഭാഗ്യം തന്നെ ഈ കല്യാണത്തിനൂടെയല്ലേ തനിക്ക് ലഭിച്ചത്. സ്വസ്ഥമായിട്ട് പേടി കൂടാതെ ഉറങ്ങാൻ തന്നെ കൊണ്ടിപ്പോൾ പറ്റുന്നുണ്ട്. ഇതിൽ കൂടുതൽ താനൊന്നും ആശിക്കാൻ പാടില്ല. അത് താൻ സാറിനോട് ചെയ്യുന്ന തെറ്റാണ്, നന്ദികേടാണ്. പ്രാണനായി കണ്ടവൻ്റെ കൈകൾ കൊണ്ടുള്ള ഈ താലി ഇടുവാനുള്ള ഭാഗ്യം ഈ ഭൂമിയിൽ എത്ര പേർക്ക് കിട്ടുന്ന കാര്യമാണ്. അത് തനിക്ക് കിട്ടിയില്ലേ? ഈ വൈശാഖിക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണം? ബാത്റൂമിലെ കണ്ണാടിയിലേക്ക് നോക്കി നിന്ന് പൊട്ടിക്കരയുമ്പോൾ വൈശാഖി സ്വയം സമാധാനം കണ്ടെത്തുവാൻ ശ്രമിക്കുകയായിരുന്നു. ഗൗരിയുടെ കുത്തിപ്പറച്ചിലുകളും അവളുടെ ഭാഗത്തു നിന്നുമുള്ള സമീപനവും അപ്പോഴത്തെ മഹാദേവന്റെ നിർവികാരതയോടുള്ള ഇരിപ്പുമൊക്കെ അവളെ അത്രത്തോളം തളർത്തിയിരുന്നു എന്ന് വേണം പറയുവാൻ. അത്രയും നേരം മനസ്സിൽ തിങ്ങി നിന്ന സങ്കടങ്ങളെ എങ്ങനെയൊക്കെയോ പുറത്തേക്ക് ഒഴുക്കി തീർത്തപ്പോൾ അവൾക്ക് വല്ലാത്തൊരാശ്വാസം തോന്നി. ചുവരിലെ കണ്ണാടിയിലേക്ക് നോക്കി നിന്നുകൊണ്ടവൾ മനസ്സിനെ പലതും പഠിപ്പിച്ചു. ഒരു ദീർഘനിശ്വാസം എടുത്തതിന് ശേഷമാണ് ടാപ്പിലെ വെള്ളത്തിൽ അവൾ മുഖം കഴുകിയതും ഹാങ്ങറിൽ തൂക്കിയിട്ടിരിക്കുന്ന ടവലിൽ മുഖം തുടച്ചതൊക്കെ. കണ്ണാടിയിലേക്ക് നോക്കി സ്വയം പുഞ്ചിരിച്ചവൾ ചുരിദാറിനുള്ളിൽ കിടന്ന താലിമാല എടുത്ത് പുറത്തേക്കിട്ടു. കൈവെള്ളയിൽ എടുത്തു പിടിച്ച താലിയെ പ്രണയത്തോടെ ഉറ്റുനോക്കുമ്പോൾ അവളുടെ ഉള്ളിൽ മഹാദേവന്റെ മുഖം മാത്രമായിരുന്നു തെളിഞ്ഞു നിന്നത്. എന്നെ ഇഷ്ടമല്ലെങ്കിലും ഒരു ഭാര്യയായിട്ട് കാണാൻ പറ്റില്ലെങ്കിലും ഒന്നും എനിക്ക് സങ്കടമില്ല കേട്ടോ. എന്നെ ഇവിടുത്തെ ഒരു കുട്ടിയായിട്ട് കാണുന്നില്ലേ? എനിക്ക് കട്ടിലൊരു ഇടം തരുന്നില്ലേ? അത് മതി. വൈശാഖി ഒത്തിരി ഹാപ്പിയാ. അവൾ ആ താലിയിൽ ഇഷ്ടത്തോടെ മുത്തമിട്ടു. വൈശാഖി! പൊടുന്നനെയാണ് പുറത്തുനിന്നും ദേവൻ വിളിക്കുന്നത് പോലെ അവൾക്ക് തോന്നിയത്. ആദ്യം ഒരു തോന്നലാണെന്ന് കരുതിയെങ്കിലും വീണ്ടും വൈശാഖി എന്നുള്ള വിളിയിൽ കാതിൽ വന്നു പതിഞ്ഞപ്പോഴാണ് അവൾ പിന്നീട് ധൃതി കൂട്ടിയത്. വരുന്നു സാർ. താലിയിൽ നിന്നുള്ള പിടിവിട്ടതിന് ശേഷം അവൾ ഒരു വട്ടം കൂടി സ്വയം കണ്ണാടിയിൽ നോക്കി. കരഞ്ഞതിൻ്റെ അവശേഷിപ്പുകൾ ചെറിയ രീതിയിൽ മുഖത്തുണ്ടെങ്കിലും അവൾ അതിനെ ഒരു ചിരി കൊണ്ട് മറയ്ക്കാൻ ശ്രമിച്ചു. ശേഷം ഒന്നും സംഭവിക്കാത്ത രീതിയിൽ വേഗത്തിൽ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. മുറിയിലേക്ക് ഇറങ്ങിയപ്പോഴേ വൈശു കണ്ടു തൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ അരികിൽ നിന്ന് ഏതോ ബുക്ക് എടുത്തു നോക്കുന്ന മഹാദേവനെ. സാറ് വിളിച്ചോ? അവൾ നടന്നു ചെന്ന് അവന് മുൻപിലായി നിന്നു. ആ, വിളിച്ചു. കയ്യിലിരുന്ന ബുക്ക് തിരികെ മേശയുടെ മുകളിലേക്ക് വെച്ചിട്ട് ദേവൻ ആ പെണ്ണിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എന്താ സാർ? അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. വൈശാഖിയുടെ സാധനങ്ങളെല്ലാം ഈ മുറിയിൽ നിന്ന് എടുത്തു മാറ്റണം, ഇന്ന് തന്നെ. അവളുടെ ഇടുമ്പിച്ചിരിക്കുന്ന മുഖം കണ്ടപ്പോൾ സംശയത്താൽ മഹാദേവന്റെ നെറ്റി ചുളിഞ്ഞുവെങ്കിലും അവനത് ഉള്ളിലടക്കിക്കൊണ്ട് പറഞ്ഞു. എടുത്തു മാറ്റണമെന്നോ? ഇതെല്ലാം കൂടി എടുത്ത് എവിടേക്ക് വെക്കണമെന്ന ചോദ്യം അവൾ മനഃപൂർവ്വം ചോദിച്ചില്ല. ആ, മാറ്റണം. ഫ്രഷായി വല്ലതും കഴിച്ചിട്ട് ഇതെല്ലാം കൂടി അടുക്കി പെറുക്കിക്കോ. അപ്പോഴേക്കും ഞാൻ എൻ്റെ കബോർഡിൽ സ്ഥലം ഉണ്ടാക്കി വെച്ചേക്കാം. അത്രയും പറഞ്ഞിട്ട് അവൻ അവളെ വീണ്ടും നോക്കി നിന്നു. ആദ്യം കാര്യമൊന്നും പിടികിട്ടിയില്ലെങ്കിലും ഒന്നിരുത്തി ചിന്തിച്ചപ്പോഴാണ് മഹാദേവൻ പറഞ്ഞതിൻ്റെ പിന്നിലെ പൊരുൾ അവൾക്ക് മനസ്സിലായത്. ഈ മുറിയിൽ നിന്ന് എല്ലാം കെട്ടിപ്പെറുക്കി സാറിൻ്റെ മുറിയിൽ വെക്കാനല്ലേ സാറിപ്പോൾ പറഞ്ഞേ? എന്നുവെച്ചാൽ ഇനി ഈ മുറിയാണ് എൻ്റെയും കൂടെ മുറിയെന്നല്ലേ? അവിടെയാണ് തൻ്റെ സ്ഥാനമെന്നല്ലേ? അതെ, അതുതന്നെയാണ്. അത്രയും നേരം സങ്കടപ്പെട്ടിരുന്നവളുടെ മനസ്സിൽ ഒരു പുതുമഴ പെയ്ത സന്തോഷമായിരുന്നു ആ നേരം. സാറ് തന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇത്രയൊക്കെ തനിക്ക് വേണ്ടി മാറിയില്ലേ എന്ന അമ്പരപ്പായിരുന്നു അവളിലപ്പോൾ. ശരി സാർ, ഞാൻ ചെയ്യാം. അത്യുത്സാഹത്തോടെ അവൾ മറുപടി നൽകി. ഒന്ന് തുള്ളിച്ചാടുവാൻ തോന്നിപ്പോയി വൈശാഖിക്ക്. പിന്നെ വേറൊരു കാര്യം, ഗൗരി എന്തു പറഞ്ഞാലും അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. അവളുടെ സ്വഭാവം ആരും പറയാതെ തന്നെ നിനക്കറിയാവുന്നതല്ലേ? മഹാദേവൻ അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തു. പക്ഷേ കേട്ടത് വിശ്വസിക്കാനാവാത്തതുപോലെ ദേവന്റെ മുഖത്തേക്ക് നോക്കി കണ്ണു വീഴ്ച നിന്നതല്ലാതെ വൈശാഖി അതിനൊരു മറുപടി കൊടുത്തില്ല. അവളെ കൊണ്ട് ആ നേരം അതിന് പറ്റിയില്ല എന്നതാണ് സത്യം. എങ്കിൽ ശരി,
പോയി കുളിച്ചിട്ട് വാ, ഇന്ന് ട്യൂഷനില്ല. അവളെ ഒരു വട്ടം കൂടി ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയവൻ്റെ മനസ്സിൽ വല്ലാത്തൊരാശ്വാസമായിരുന്നു ആ നേരം. ഒന്ന് ചേർത്ത് പിടിക്കാതെ അവളെ ആശ്വസിപ്പിക്കാൻ പറ്റിയല്ലോ എന്ന ആശ്വാസം. പഴയ കാര്യങ്ങൾ ഓരോന്നും ഉള്ളിലുള്ളത് കൊണ്ടാവാം ഗൗരിയോട് ചെറിയ രീതിയിലുള്ള നീരസം ഉണ്ടായിരുന്നു. പത്മാവതിക്കും ലക്ഷ്മിക്കും. എങ്കിലും വസുന്ധരയ്ക്ക് അതൊരു സങ്കടം ആവണ്ട എന്ന് കരുതി അവനതിനെ മനഃപൂർവ്വം പുറത്തു കാട്ടിയില്ല. കാരണം വൈശുവിൻ്റെയും ദേവൻ്റെയും കല്യാണക്കാര്യം പറഞ്ഞപ്പോഴും നഷ്ടബോധം പുറത്തേക്ക് കാട്ടാതെ വസുന്ധര തൻ്റെ അമ്മയുടെയും ഏട്ടത്തിയുടെയും സന്തോഷത്തിൽ പങ്കുചേരുകയാണ് ചെയ്തത്. കൃഷ്ണനാണെങ്കിലും അതുപോലെ തന്നെയായിരുന്നു പെരുമാറിയത്. മാത്രമല്ല, വൈശുവിൻ്റെ കഥകൾ കേട്ടപ്പോൾ അവളുടെ അവസ്ഥയോർത്ത് അയാൾ പരിതപിക്കുകയും ചെയ്തിരുന്നു. കഴിക്ക് ഗൗരി, ഇത്രയും ദൂരം യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം ഉണ്ടാവും. ഡൈനിങ് ടേബിളിൽ കാപ്പി കുടിക്കാനിരിക്കുന്നവളുടെ മുൻപിലേക്ക് ലക്ഷ്മി പലഹാരങ്ങൾ നിരത്തി വെച്ചു കൊടുത്തു. ശരിയാ ആൻറ്റി, നല്ല വിശപ്പ്. ഒരിലയുടെ എടുത്ത് ആസ്വദിച്ച് കഴിക്കുന്നതിനിടയിൽ അവൾ പതിയെ പറഞ്ഞു, എടുത്ത് കഴിക്ക് കൃഷ്ണ. ഗൗരിയോടൊപ്പം ഇരുന്ന് കാപ്പി കുടിക്കുന്ന മരുമകൻ്റെ മുൻപിലേക്ക് ഉണ്ണിയപ്പത്തിൻ്റെ പാത്രവും കൂടി നീക്കി വെച്ചുകൊണ്ട് പത്മ ആതിഥ്യ മര്യാദ കാട്ടി. മതിയായിട്ടാ അമ്മേ, ഗൗരിയുടെ അച്ഛൻ സ്നേഹത്തോടെ നിരസിച്ചു. ദേവേട്ടൻ വന്നില്ലല്ലോ. ഗൗരിയുടെ കണ്ണുകൾ അപ്പോഴേക്കും ഹാളിലേക്കായിരുന്നു. ഞാനും അതാ നോക്കുന്നേ, വിളിച്ചപ്പോൾ ഇപ്പോൾ വരാന്നാ രണ്ടും പറഞ്ഞേ. പത്മത്തിൻ്റെ നോട്ടവും ഹാളിലേക്കായി. അവർ കുളിച്ചിട്ടൊക്കെ വരുവുള്ളായിരിക്കും, അമ്മ ഇരുന്ന് കഴിക്കുന്നേ. ഡൈനിങ് റൂമിലെ ചുവരിൽ ചാരി നിന്നുകൊണ്ട് ഒരു ഗ്ലാസ്സിൽ ചായ ഊതി കുടിച്ചുകൊണ്ടിരുന്ന വസുന്ധര അമ്മയെ നോക്കി ചിരിച്ചു കാട്ടി. പിള്ളേര് വന്നല്ലോ. 1-2 നിമിഷങ്ങൾ കൂടി കഴിഞ്ഞതും ദേവനും വൈശാഖിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടതും ലക്ഷ്മി ഒരു ചിരിയോടെ അവർക്കുള്ള ചായ ഫ്ലാസ്കിൽ നിന്നും ഗ്ലാസുകളിലേക്ക് നിറയ്ക്കാൻ തുടങ്ങി. അവിടെ ഇരുന്ന് എല്ലാ മുകളിലും ആ ജോഡിയെ കണ്ടപ്പോൾ സന്തോഷമായിരുന്നെങ്കിലും കഥയൊന്നും അറിയാതെ അവിടെ ഇരുന്ന ഗൗരിയുടെ മുഖം മാത്രം കറുത്തു തുടങ്ങി. മാമൻ എപ്പോൾ വന്നു? മഹാദേവൻ കുശലം ചോദിച്ചുകൊണ്ട് ഒരു കസേരയിലേക്കായിരുന്നു. 1 മണിക്കൂറായി കാണും ദേവാ. അയാളും ഒരു ചിരി മടക്കി നൽകി. വൈശു നല്ലോണം ക്ഷീണിച്ചു. ഏട്ടത്തി ഇനി ഇവളെ വല്ലതും കഴിപ്പിച്ച് നന്നാക്കണം കേട്ടോ. പത്മത്തിൻ്റെ അടുത്തായി ഇരുന്നവളുടെ മുൻപിലേക്ക് പലഹാര പാത്രങ്ങൾ എടുത്തു കൊടുക്കുന്നതിനിടയിൽ വസുന്ധര ലക്ഷ്മിയോടായി പറഞ്ഞു, കൊടുക്കണം. കെട്ടുകൂടെ കഴിഞ്ഞ സ്ഥിതിക്ക് വൈശുവിന് നല്ല രക്ഷ വേണം. പത്മം അത് ഏറ്റു പറഞ്ഞു. കെട്ടോ? ആരുടെ കെട്ട്? കഴിച്ചുകൊണ്ടിരുന്ന ഇലയുടെ ഗൗരിയുടെ നെറുകയിൽ കയറി. വൈശാഖിയുടെ നെറുകയിൽ ചുവന്നു കിടക്കുന്ന സിന്ദൂരത്തിലേക്കും ഇട്ടിരിക്കുന്ന ടീഷർട്ടിന് മുകളിൽ കൂടി പുറത്തേക്ക് കിടക്കുന്ന നാലിമാലയിലേക്കും ഗൗരി ഞെട്ടലോടെയാണ് നോക്കിയത്. കണ്ടത് സത്യമാണെന്ന് മനസ്സിലാക്കുവാൻ അവൾക്ക് വീണ്ടും 1-2 നിമിഷങ്ങൾ കൊണ്ട് വേണ്ടി വന്നു എന്നതാണ് സത്യം. ഇവിടെ കെട്ടുകഴിഞ്ഞോ? എന്നിട്ടിതാരും എന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേലും വേണ്ടുകയില്ല. ഇനി ഈ മരണത്തിനെ ഓർത്ത് ഞാനിനി ടെൻഷൻ അടിക്കേണ്ടതിൻ്റെ ആവശ്യമില്ലല്ലോ. ദേവേട്ടനെ ഇനി ഇവള് തട്ടിയെടുക്കുക എന്നോർത്ത് വെറുതെ ആദ്യ കയറി നടക്കുകയും വേണ്ട. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതെനിക്കൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. വല്ലാത്തൊരു സന്തോഷമായിരുന്നു ഗൗരിയുടെ മനസ്സിലപ്പോൾ. വൈശാഖിയുടെ കല്യാണം കഴിഞ്ഞെന്ന് കേട്ടതും ഒരു വലിയ കടമ്പ കടന്നതുപോലെയാണ് അവൾക്ക് തോന്നിയതും. പക്ഷേ അവളെ മഹാദേവനാണ് വിവാഹം കഴിച്ചതെന്നുള്ള കാര്യം ഗൗരി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അല്ല, വൈശാഖിയെ കിട്ടിയവന് വൈശാഖി തുടർന്ന് പഠിക്കുന്നേ കുഴപ്പമൊന്നുമില്ലേ? ഉള്ളിലെ സന്തോഷം അടക്കി വെച്ചുകൊണ്ട് ഗൗരി ആരോടൊന്നില്ലാതെ ചോദിച്ചു, ഇവിടെ പഠിപ്പാവണ എന്തിനാ നിർത്തുന്നേ? ഒന്ന് കെട്ടിയെന്നും വെച്ച് ഇവളെ പിടിച്ച് വീട്ടിലിരുത്താൻ പറ്റുമോ? ഒന്നോർത്താ നിന്നെക്കാട്ടിലും പ്രായക്കുറവായി ഇവക്ക്. ഗൗരി പറഞ്ഞതൊട്ടും ഇഷ്ടപ്പെടാത്തത് കൊണ്ടാവാം പത്മ അപ്പോൾ തന്നെ ഇടയ്ക്കറിയത്. ഞാൻ വെറുതെ ചോദിച്ചാ മുത്തശ്ശി. അതൊക്കെ പോട്ടെ, കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇവളിനി ഒരു PGയിലേക്ക് താമസം മാറ്റുന്നതല്ലേ നല്ലത്. ഇവിടെ ഇങ്ങനെ നിന്നിട്ട് വൈശാഖിക്ക് വല്ല ചീത്തപ്പേരും വന്നാലോ? ഗൗരി വീണ്ടും ഒരു ചിരിയോടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. നീ എന്തൊക്കെയാ ഈ പറയുന്ന ഗൗരി? ഇവളിവിടെ നിന്നെന്നും വെച്ച് ഇവർക്ക് എന്ത് ചീത്തപ്പേര് വരാനാ? പത്മ മുഖം ചുളിച്ചു. ദേവൻ ഒഴിച്ച് കേട്ടുകൊണ്ട് നിന്ന ബാക്കിയുള്ളവരുടെ അവസ്ഥയും അതൊക്കെ തന്നെയായിരുന്നു. കാരണം മഹാദേവൻ്റെയും വൈശാഖിയുടെയും കല്യാണക്കാര്യം കോളേജിൽ നിന്നും വരുന്ന വഴി തന്നെ ഗൗരി അറിഞ്ഞു കാണും എന്നവർ മനസ്സിൽ ചിന്തിച്ചിരുന്നു. ഇങ്ങനെ ബാച്ചിലേഴ്സ് ഉള്ള ഒരു വീട്ടിൽ കല്യാണം കഴിഞ്ഞ പെണ്ണിനെയൊക്കെ വാടകക്കാരിയായിട്ട് താമസിക്കാൻ കൊള്ളുമോ മുത്തശ്ശി? അതാ ഞാൻ ചോദിച്ചേ. ഗൗരി വളരെ നിഷ്കളങ്കമായി ചിരിച്ചു.
നീ എന്തൊക്കെയാ വിളിച്ചു പോകുന്നേ ഗൗരി? അതിനാരാ ഇവിടുത്തെ ബാച്ചിലർ? നമ്മുടെ വിഷ്ണു കൊച്ചോ? സഹി കേട്ട കൃഷ്ണൻ ഇത്തിരി കടുപ്പത്തിൽ തന്നെ മകളോട് ചോദിച്ചു. അച്ഛൻ ഇതെന്ത് വർത്താനം ഈ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് നമ്മുടെ ദേവേട്ടൻ്റെ കാര്യമാണ്. ദേവേട്ടനെ പോലെ ഒരു ബാച്ചിലർ ഈ വീട്ടിലുള്ളപ്പോൾ ഇവളിങ്ങനെ കെട്ടും കഴിഞ്ഞ് ഇവിടുത്തെ വാടകക്കാരെ നിൽക്കുന്നതിന് ഇവിടെ കെട്ടിയവന് കുഴപ്പമൊന്നും ഇല്ലേന്നാ ഞാൻ ഈ കിടന്ന് ചോദിക്കുന്നേ. ഒടുക്കം ഗൗരി ഒച്ചയെടുത്തു. അത് കേട്ടതും മഹാദേവന്റെ നോട്ടം പൊടുന്നതിനെ വൈശുവിലേക്ക് പാളി വീണു. അതേ നിമിഷം തന്നെയാണ് വൈശാഖിയും അവനെ കണ്ണുകൾ ഉയർത്തി നോക്കിയത്. ഇരുവരുടെയും നോട്ടം ഇടഞ്ഞു. അത് പിന്നീട് പിരിഞ്ഞത് പത്മത്തിന്റെ ശബ്ദം ഡൈനിങ് റൂമിൽ മുഴങ്ങിക്കേട്ടപ്പോഴാണ്. നീ എന്തൊക്കെയാ ഗൗരി വിളിച്ചു പോകുന്നേ? അപ്പൊ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലേ? അല്ല, ആരും ഇവളോട് നടന്നു എന്ന് ഇതുവരെയായിട്ടും പറഞ്ഞില്ലേ? പത്മാവതി എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. ഇല്ല എന്നുള്ളത് അവരുടെ മുഖഭാവങ്ങൾ തന്നെ പത്മത്തിന് മനസ്സിലാക്കി കൊടുത്തു. എന്താ മുത്തശ്ശി, എന്താ കാര്യം? ഗൗരിക്ക് പൊടുന്നനെ എന്തോ അപകടം മണത്തു. നീ പറയുന്ന ദേവൻ ഇപ്പോൾ ബാച്ചിലറൊന്നുമല്ല. അവനാ നമ്മുടെ വൈശു കൊച്ചിൻ്റെ കെട്ടിയോൻ. മിനിഞ്ഞാന്നായിരുന്നു ഇവരുടെ കല്യാണം. ആരെയും വിളിച്ചു നടത്താൻ പറ്റാത്ത ഒരു പ്രത്യേക സാഹചര്യം ആയതുകൊണ്ട് തന്നെ ആരെയും അറിയിച്ചില്ല. അത് പറയാൻ വേണ്ടിയാ ഞാൻ ഇന്ന് നിന്റെ അമ്മയും അച്ഛനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത് തന്നെ. പത്മാവതി ഉള്ള കാര്യം നേരെ അങ്ങ് പറഞ്ഞു. എന്ത്? ദേവേട്ടൻ്റെ കല്യാണം കഴിഞ്ഞെന്നോ? അതും ആരെയും അറിയിക്കാതെ? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. നിങ്ങൾ കള്ളവാ പറയുന്നേ. മുൻപിലിരുന്ന പാത്രം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പൊടുന്നനെ ഗൗരി ഒരു ഞെട്ടലോടെ ചാടി എഴുന്നേറ്റ് നിന്നു. പത്മാവതിയുടെ വായിൽ നിന്ന് സത്യങ്ങളെല്ലാം കേട്ടതും ഭ്രാന്ത് പിടിച്ചുപോയ അവസ്ഥയിലായിരുന്നു ആ പെണ്ണ്. അതേസമയം ഗൗരിയുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ടതും വൈശാഖി പേടിച്ചു വിറച്ചുപോയി. ഗൗരി! കൃഷ്ണൻ എഴുന്നേറ്റ് നിന്ന് അവളുടെ കയ്യിൽ കയറി പിടിച്ചു. കണ്ടോ അച്ഛേ, ഇവരെല്ലാം കൂടി എന്നെ ചതിക്കുമായിരുന്നു. ദേവേട്ടൻ എൻ്റെയാന്ന് പറഞ്ഞല്ലേ നിങ്ങളെല്ലാവരും കൂടി എന്നെ ഇത്രയും നാളും പറഞ്ഞു മയക്കിയത്. ഇപ്പൊ കണ്ടോ ഇത്തിരി കാശുള്ളതിനെ കണ്ടപ്പോഴേക്കും ഇവരുടെയൊക്കെ സ്വഭാവം മാറിയത് കണ്ടോ? ഗൗരി പത്മാവതിയുടെയും ലക്ഷ്മിയുടെയും നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അലറി. ഗൗരി, അണങ്ങിയിരി. നീ ആവശ്യമില്ലാത്തൊന്നും പറയരുത്. വസുന്ധര അവളുടെ തോളിൽ ഒരു കൊടുത്തിട്ട് അവളെ വഴക്ക് പറഞ്ഞു. സ്വന്തം അമ്മയുടെയും ഏട്ടത്തിയുടെയും ഒക്കെ മുൻപിൽ വസുന്ധരയ്ക്ക് തൊലി ഉരിഞ്ഞു പോകുന്നത് പോലെ തോന്നിയ ആ നിമിഷം. ഞാൻ പറയുന്നൊക്കെ ആവശ്യമുള്ളത് തന്നെയാ. എനിക്ക് ദേവേട്ടനെ ഇഷ്ടമാണ്. അത് അമ്മയ്ക്കും അറിയാവുന്ന കാര്യമല്ലായിരുന്നോ? എന്നിട്ട് ഇവരിപ്പോൾ നമ്മളെ പോലും അറിയിക്കാതെ ദേവേട്ടനെ കല്യാണം നടത്തിയെന്ന്. ചതിയാ അമ്മേ, ഇത് ചതിയാ. അവൾ തൻ്റെ ദേഹത്തിരുന്ന വസുന്ധരയുടെ കൈ ഊക്കോടെ തട്ടിയെറിഞ്ഞു. ഗൗരി, ആദ്യം ഞങ്ങൾ പറയുന്നൊന്ന് കേക്ക്. എന്നിട്ട് പോരെ മോളെ ഈ കുറ്റപ്പെടുത്തലൊക്കെ. ലക്ഷ്മിക്ക് ആ നേരെ എന്ത് ചെയ്യണമെന്നൊരറിവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ വളരെ സമാധാനത്തോടെ ഗൗരിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. മതി അമ്മായി, മതി. നിങ്ങൾ കൂടുതൽ നാടകം കളിക്കണ്ട. എനിക്ക് ദേവേട്ടനെ വേണം. ദേവേട്ടനെ കെട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞാലും ശരി, എനിക്കെൻ്റെ ദേവേട്ടനെ വേണം. അതിനിവളെ വേണ്ടില്ല. ഉടനെ ഒരു ഭ്രാന്തിയെപ്പോലെ അലറി വിളിച്ചുകൊണ്ട് മുൻപിൽ നിൽക്കുന്ന സ്വന്തം അമ്മയെ തട്ടി മാറ്റിയവൾ. എന്നിട്ട് വേഗത്തിൽ വൈശാഖിയുടെ നേർക്ക് പാഞ്ഞെടുത്തു. പേടിച്ചു വിറച്ചു പോയവൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നപ്പോഴേക്കും ഗൗരി അവളുടെ അടുത്തേക്ക് ഓടിയെത്തിയിരുന്നു. ഒരു നിമിഷം ഗൗരിയുടെ വലത്തെ കൈ വൈശാഖിയുടെ ഇടം നേർക്കുയർന്നു. പക്ഷേ അത് താഴുന്നതിന് മുൻപേ തന്നെ ആണൊരുത്തൻ ഗൗരിയുടെ കയ്യിൽ കയറി മുറുക്കെ പിടുത്തമിട്ടിരുന്നു. വൈശാഖിയെ തൊട്ടാ നീ വിവരം അറിയും ഗൗരി. വൈശാഖിയുടെ മുൻപിലേക്ക് കയറി നിന്നുകൊണ്ട് പതിയാണ് മഹാദേവൻ അത് പറഞ്ഞതെങ്കിലും അതിലൊരു താക്കീതിൻ്റെ സ്വരവും ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ഗൗരിയുടെ കണ്ണുകളൊന്ന് കുറുകി. അവൾ വല്ലാത്തൊരു പകയോടെ അവനെ ഉറ്റുനോക്കി. ഇവള് ദേവേട്ടന് വേണ്ട. ഞാനല്ലേ ദേവേട്ടൻ്റെ മുറപ്പെണ്ണ്. ദേവേട്ടൻ എനിക്ക് വേണ്ടിയാണെന്നല്ലേ എല്ലാവരും പറഞ്ഞു വച്ചിരിക്കുന്നത്. പകയും ദേഷ്യവും അമർഷവും കൊണ്ട് ഗൗരിയുടെ ദേഹം വിറച്ചു തുടങ്ങി. നിന്നെ കെട്ടാന്ന് ഞാൻ ആർക്കും ഇതുവരെ വാക്കു കൊടുത്തിട്ടില്ല ഗൗരി. നീ ഇക്കാര്യം പല പ്രാവശ്യം എന്നോട് പറഞ്ഞപ്പോഴും ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ ആശ തന്നിട്ടുമില്ല. പറ്റില്ലെന്ന് നിന്റെ മുഖത്ത് നോക്കി തന്നെ ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അത് ഇതുവരെയായിട്ട് നിന്റെ തലയിൽ കയറിയിട്ടില്ലെങ്കിൽ അതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഇതിൻ്റെ പേരിൽ വൈശാഖി എന്തെങ്കിലും ചെയ്യാനാണ് നിന്റെ പ്ലാനെങ്കിൽ അത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല ഗൗരി. നിന്റെ ആയിരിക്കും അന്ന്. ഗൗരിയുടെ കൈ കുടഞ്ഞെറിഞ്ഞിട്ട് ദേവൻ വിരൽ ചൂണ്ടി അവൾക്ക് താക്കീത് കൊടുത്തു. ദേവന്റെ മുഖം അപ്പോൾ ദേഷ്യത്താൽ മുറുകിയിരുന്നു. ഗൗരി ഒരു പൊടിക്കൊന്ന് അടങ്ങിയെങ്കിലും അവളിലെ പകയോ ദേഷ്യമോ ഒന്നും
അപ്പോൾ മാറിയിരുന്നില്ല. ദേവാ, ലക്ഷ്മി മകനെ ഒരു താക്കീതോടെ വിളിച്ചു. ഒന്നാമതെ ബാലേട്ടൻ ഇവിടെ ഇല്ല. മകൻ അതിരുവിട്ട് എന്തെങ്കിലും ഗൗരിയെ ചെയ്തു പോയാൽ അതോടെ വസുന്ധരയുടെ കുടുംബമായുള്ള ബന്ധം നിലയ്ക്കുമോ എന്നുള്ള ഒരു പേടി അവർക്ക് ആ നേരം ഉണ്ടായിരുന്നു. പെൺപിള്ളേരെ കൈനീട്ടി ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. പക്ഷേ എന്നെക്കൊണ്ട് നീ അത് ചെയ്യിക്കരുത്. സ്വന്തം അമ്മയുടെ മുഖത്തെ നിസ്സഹായത കണ്ടിട്ടാവണം അത്രയും പറഞ്ഞിട്ട് തനിക്ക് പിന്നിലായി വിതുമ്പിക്കൊണ്ട് നിൽക്കുന്ന വൈശുവിൻ്റെ കൈയും പിടിച്ചുകൊണ്ടവൻ തിരിച്ചു മുറിയിലേക്ക് കയറിപ്പോയത്. അതേസമയം ഡൈനിങ് റൂമിൽ നിന്ന് ഉച്ചത്തിലൊരു ശബ്ദം കേട്ടു. പത്മാവതിയുടെ വലത്തെ കൈ ഗൗരിയുടെ ഇടത്ത് ആയിരിക്കുമെന്ന് തിരിഞ്ഞു നോക്കാതെ തന്നെ മഹാദേവൻ മനസ്സിൽ കണ്ടു. അപ്പോൾ ഇന്നത്തെ പാട്ട് ഇവിടെ കഴിഞ്ഞു. അടുത്ത പാട്ടുമായിട്ട് നാളെ കാണാം കേട്ടോ. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതിയിട്ട് അറിയിക്കണം കേട്ടോ.